മാലിന്യമകറ്റുന്നവനും മാലിന്യമാകുന്നവനും. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാന നഗരിയായ ചണ്ഡീഗഡിലെ പ്രഭാതങ്ങളെ നിരന്തരം വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച. നഗരം ശുചിയാക്കാൻ ഒരു ഉന്തുവണ്ടിയുമായി നീങ്ങുന്ന റിട്ടയർ ചെയ്ത ഒരു DIGയെ ഈ വീഥികളിൽ നമുക്ക് കാണാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ആ കർമ്മം അനുസ്യൂതം അദ്ദേഹം നിർവഹിക്കുന്നു. 1996 ഇന്ദ്രജിത് സിംഗ് സിദ്ധു IPS എന്ന ഉദ്യോഗസ്ഥൻ DIG പദത്തിൽ നിന്നും വിരമിച്ചത്. സാഗ്രൂർ സ്വദേശിയായ അദ്ദേഹം തൻ്റെ വിശ്രമ ജീവിതത്തിനായി ചണ്ഡീഗഡ് തിരഞ്ഞെടുത്തു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ തൻ്റെ അനുഭവ ദൗത്യമായ നഗര ശുചീകരണത്തിനും തുടക്കമിട്ടു. അത്യന്താധുനികമായ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട നഗരമെന്ന് ലോകമറിയുന്ന ചണ്ഡീഗഡ് മാലിന്യ കൂമ്പാരമായി മാറുന്നത് അദ്ദേഹത്തിന് അസഹ്യമായി തോന്നി. ഇതിന് ഒരു അറുതി വരുത്താൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങി. കിഴക്ക് വെള്ള കീറുമ്പോൾ തന്നെ ഉന്തുവണ്ടിയുമായി ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും പാർക്കുകളിലും കമ്പോളങ്ങളിലും അദ്ദേഹം എത്തി. തനിയെ മാലിന്യം ശേഖരിച്ചു, അത് സംസ്കരിച്ചു. ഒരു തപസ്യ പോലെ ആ നിഷ്കാമകർമ്മം മുന്നോട്ട് പോവുകയായിരുന്നു. സ്വച്ഛ് ഭാരത് ഉൾപ്പെടെയുള്ള സർക്കാരുകളുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും ആരംഭിക്കുന്നതിനും പതിറ്റാണ്ട് മുമ്പായിരുന്നു സിദ്ധുവിൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടം. നഗരവാസികൾ ഈ കാഴ്ച കണ്ട് പതിവ് രീതിയിൽ ഒട്ടും ഭംഗം വരുത്താതെ തന്നെ പ്രതികരിച്ചു. കുത്തിനോവിക്കുന്ന വാക്കുകൾ കൊണ്ടും പൊളിവചനങ്ങൾ കൊണ്ടും നാണം കെടുത്തുന്ന വർത്തമാനം കൊണ്ടും കൊള്ളിവാക്കുകൾ കൊണ്ടും ഈ റിട്ടയർഡ് IPSകാരനെ നാട്ടുകാർ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തെരുവിലേക്ക് മാലിന്യം തള്ളാൻ ഒരു മാനവും നാണവുമില്ലാത്തവർ ഒരാളത് വാരിപ്പെറുക്കി ശുചിയാക്കുന്നത് കാണുമ്പോൾ ലജ്ജിക്കുക തന്നെ വേണം. അവർക്ക് പരിഹസിക്കാൻ എന്തവകാശം എന്നതായിരുന്നു സിദ്ധു സാറിൻ്റെ സ്റ്റാൻഡ്. ഗുരു നാനാക്കിൻ്റെ വചനങ്ങളാണ് തൻ്റെ സഫരിക്കുള്ള അടിസ്ഥാനമായി അദ്ദേഹം ഉരുവിട്ടിരുന്നത്. പ്രാണവായു ഗുരുവാണ്, ജീവജലം പിതാവാകുന്നു, ഭൂമിയും ഈ പരിസരവും മാതാവാകുന്നു. ഇതെല്ലാം പരിചരിക്കപ്പെടണം. ശുദ്ധവും പവിത്രവുമായി സൂക്ഷിക്കപ്പെടുമ്പോഴാണ് നാം നല്ല മക്കളായും ഈ ഭൂമിയുടെ അവകാശികളായും മാറുന്നത്. ഈ 88 വയസ്സിലും തുടരുന്ന നിസ്വാർത്ഥവും പവിത്രവുമായ ഈ സാമൂഹിക യജ്ഞത്തിന് വ്യാപകമായ പിന്തുണയാണ് എന്നുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ താരമാണ് അദ്ദേഹം. സിദ്ധു മുന്നോട്ട് വച്ച ദൗത്യം ഏറ്റെടുക്കാൻ ഇന്ന് 10,000 മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വയം നവീകരിക്കുകയും സമൂഹത്തെ പ്രചോദിപ്പിക്കുവാനും കഴിഞ്ഞ ഒരു പോലീസ് ഓഫീസർ ഇന്നറിയപ്പെടുന്നത് ചൂലെടുത്ത യോദ്ധാവ് എന്നാണ്. സർവീസിലിരിക്കെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടാൻ കഴിഞ്ഞ സമർപ്പിത കരങ്ങളിൽ തന്നെയാണ് രാഷ്ട്രപതിയുടെ ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരവും എത്തിച്ചേരുന്നത്. അതുവഴി നന്മകളും സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മികതയും കൂടി പുരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പത്മ അവാർഡുകളുടെ പാവനമായ ലക്ഷ്യങ്ങളും ഇവിടെ ധന്യമാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്നും പത്മഭൂഷൺ വാങ്ങിയെടുത്ത വെള്ളാപ്പള്ളിയെ കിണറ്റിലിടാൻ തോന്നുന്നത്. പത്മ അവാർഡുകളുടെ എല്ലാ വിശുദ്ധിയും നന്മകളും പാവനത്വവും ഈ സമ്മാനിക്കലിലൂടെ സ്വയം റദ്ദു ചെയ്യപ്പെടുകയാണ്. ഈ പുരസ്കാരം വിഭാവനം ചെയ്യുന്ന എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നു. ഒരു വലിയ പോരാട്ട പ്രസ്ഥാനത്തെ മണി പവറും മസിലും കൊണ്ട് തകർത്ത മനുഷ്യന്റെ പേരാണ് നടേശൻ മുതലാളി. അതിനെ ഒരു പോക്കറ്റ് സംഘടനയാക്കി നടത്തുന്ന ആളിന്റെ പേരാണ് വെള്ളാപ്പള്ളി. ഇനി നാം ഇതിയാനെ പത്മഭൂഷൺ മുതലാളി എന്ന് വിളിക്കണം. എന്ത് മഹത്തായ സന്ദേശമാണ് ഈ മുതലാളി പൊതുസമൂഹത്തിന് ഔൺസ് കണക്കിന് ചില്ലുപാത്രത്തിൽ പകർന്നു നൽകിയത് എന്ന് വിദ്വാൻമാർ പറയുന്നു. ദേശീയ പ്രാധാന്യം പരിഗണിച്ചാൽ സിദ്ധുമാരെ പോലെ അർഹതപ്പെട്ടവർ അവാർഡുകൾ നേടും. രാഷ്ട്രീയവും പ്രീണനവും ഒത്തുതീർപ്പും വോട്ട് പെട്ടിയുമാണ് പരിഗണനയെങ്കിൽ അനർഹമായ വെള്ളാപ്പള്ളിമാർ ഇനിയും അരങ്ങ് തകർക്കും, സംശയമില്ല. എന്താ കഥയല്ലേ? വാനരന്മാർ എന്തെറിഞ്ഞു വിഭോ. പിന്നെ നമുക്ക് സമാധാനിക്കാം. മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അഭിനയം കൊണ്ട് വിസ്മയം തീർത്ത മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത്.